കർത്താവിൽ പ്രിയരെ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും കുടുംബം യഹോവയ്ക്ക് പ്രസാദകരമായ ഒരു സാക്ഷ്യമായി മാറാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത നിമിഷത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. വചനം പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നുവെന്ന്. എൻ്റെ കുടുംബത്തെ ദൈവമേ നിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ശില്പിയും നാഥനും അവിടുന്ന് തന്നെ ആകണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുവേ, ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ അസ്വസ്ഥതകളും പിണക്കങ്ങളും അങ്ങയുടെ സമാധാനത്തിൻ്റെ ആത്മാവിനാൽ മായ്ക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ ഒന്നിപ്പിക്കണമേ. പരസ്പര സ്നേഹത്തോടും ക്ഷമയോടും കൂടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ പ്രാർത്ഥനയിലൂടെ സമാധാനം കണ്ടെത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരുഷമായ വാക്കുകളോ കോപമോ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ ഞങ്ങളുടെ നാവുകളെ കാത്തുകൊള്ളണമേ. വീടിനുള്ളിലെ എല്ലാ ഭയങ്ങളെയും ആശങ്കകളെയും അവിടുന്ന് നീക്കണമേ. സകല ബുദ്ധിയെയും അതിശയിപ്പിക്കുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തുയേശുവിൽ കാത്തുകൊള്ളും എന്ന വചനത്തിൻ്റെ വാഗ്ദത്തം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ ഞങ്ങളെ തളർത്താൻ നീ അനുവദിക്കരുതേ. ഏതൊരവസ്ഥയിലും അങ്ങിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളെയും മാതാപിതാക്കളെയും അങ്ങയുടെ ചിറയിൻ കീഴിൽ മറയ്ക്കണമേ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പ്രഖ്യാപിച്ച യോശുവയെ പോലെ അങ്ങയെ മാത്രം ആരാധിക്കുന്ന ഒരു ഭവനമായി ഞങ്ങളെ മാറ്റണമേ. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ ഞങ്ങൾ ഭയപ്പെടാൻ ഇടവരരുതേ. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും ശാരീരികവും മാനസികവുമായ സൗഖ്യം നൽകണമേ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നരുളി ചെയ്ത യേശുനാഥ, അങ്ങയുടെ സ്വർഗീയ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും വസിക്കട്ടെ. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ കരുത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, ദിവസവും കുടുംബത്തോടൊപ്പം 128 സങ്കീർത്തനം ചൊല്ലുന്നത് കുടുംബ സമാധാനത്തിന് വളരെ നല്ലതാണ്. സങ്കീർത്തന വായന 128 സങ്കീർത്തനം. യഹോവേ, നിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ നിൻ്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിൻ്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാറുഖമോർ.